ഹായ് ഓൾ, ഐ ഹോപ്പ് ഓൾ യു ആർ ഡൂയിങ് ഗ്രേറ്റ്. നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ CAPM അതിൻ്റെ ഇക്വേഷൻ കോൺസെപ്ച്വലി നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. എന്താണ് CAPM, എന്തിനാണ് CAPM, എങ്ങനെയാണ് CAPM? ഓക്കെ, CAPM എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ആ ഒരു മെത്തേഡ് പ്രകാരം എക്സ്പെക്റ്റഡ് റിട്ടേണിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാവർക്കും അറിയാം. ഇതിന്റെ വാല്യൂസ് ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തരും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഇക്വേഷൻ മാത്രം ഒന്ന് കാണാപ്പാഠം പഠിച്ചാൽ മതി, എന്നിട്ട് ഇതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഉത്തരം കിട്ടും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ കുറഞ്ഞ സമയത്ത് ഇതിന്റെ കോൺസെപ്ച്വലി ഒന്ന് പറയാൻ ശ്രമിക്കണമെന്നുള്ള, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. എങ്ങാനും റയറായിട്ട് ട്വിസ്റ്റ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെപ്റ്റിൽ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു 10,000 രൂപ ഉണ്ട്. ബിസിനസ് നടത്തിയിട്ടോ എന്തെങ്കിലും എൻ്റെ കയ്യിലൊരു സർപ്ലസ് ആയിട്ട് 10,000 രൂപ ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തത്, എല്ലാവരും ചെയ്യണ പോലെ ട്രഡീഷണൽ മെത്തേഡായിട്ട് SBI ബാങ്കിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. SBI ബാങ്കിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. എന്തിന്? ഡെപ്പോസിറ്റ് ചെയ്യാൻ ഈ 10,000 ഒരു FD തുടങ്ങാൻ വേണ്ടിയിട്ട്. അവര് ഒരു 8% തരാന്നാണ് പറയണത്. 8% ഇൻട്രസ്റ്റിൽ. അങ്ങനെയാണ് SBIയുടെ ബാങ്ക് പറയണത്. അപ്പം അങ്ങനെ പോണ വഴിക്കാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നത്. ഫ്രണ്ട് പണ്ട് എൻ്റെ ഒപ്പം ഇങ്ങനെ ഉഴപ്പി നടക്കുകയായിരുന്നു. പിന്നീട് അവനെ കാണാതായിട്ട് കുറേ, പിന്നീട് അവന് ഇന്നാണ് കാണുന്നത്. അപ്പൊ കാണുമ്പോൾ അവൻ പറയാണ് അവനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. കമ്പനി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഷെയർ വേണമെങ്കിൽ എനിക്ക് തരാം. FD ഇടാൻ വേണ്ടി പോയ എനിക്ക് ഷെയർ വേണമെങ്കിൽ തരാൻ പറയാണ്. ഒരു ഷെയറിന് 10,000 രൂപയെന്ന് വിചാരിക്കും. ഒരു ഷെയറിന് 10,000 രൂപയാണ്. അപ്പോൾ ഒബ്വിയസ്ലി എത്ര സുഹൃത്താണെങ്കിലും ഈ 10,000 രൂപ 8% വേണ്ടിയിട്ട് ബാങ്കിൽ ഇടാൻ പോയ ആൾക്ക് 10,000 രൂപ ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണ് അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ചോദിക്കും, എന്താണ് ഗുണം? എനിക്ക് ബാങ്കിൽ ഇട്ടതിന് 8% കിട്ടും. നിന്റെ കമ്പനിയിൽ ഇക്വിറ്റി മേടിച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഫുൾ ഇക്വിറ്റിയുടെ കോൺസെപ്റ്റിലാട്ടാ പറയാം, ഇക്വിറ്റി മേടിച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം? അപ്പോൾ കമ്പനി പറയാണ് 8% റിട്ടേൺ കിട്ടും എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലേമൻ തിങ്കിങ്ങിൽ ആലോചിക്കും, ഇത് ഞാനാ വിചാരിക്കുക അസ്ലം. എൻ്റെ ഫ്രണ്ട് ഇവൻ കമ്പനി തുടങ്ങിയത്, ഇവന്റെ പേരെന്താ, ഇത് കാണുന്ന ആളുടെ പേരെ വിചാരിച്ചത്. നിന്റെ പേര് ഫോർ എക്സാമ്പിൾ രാമ വിചാരിക്കും. അപ്പൊ അസ്ലം ആലോചിക്കും, ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും 8% കിട്ടും. അതെനിക്കൊരു സംശയവുമില്ല. ഈ റെന്റിൽ കിട്ടും, കാരണം ബാങ്ക് റിലയബിൾ ആണ്, RBI റെഗുലേറ്റ് ചെയ്യണതാണ്, അവരുടെ അങ്ങനെ പെട്ടെന്ന് പൂട്ടിപ്പോവില്ല. ബട്ട് ഈ കമ്പനിയിൽ 10,000 കൊടുത്തു കഴിഞ്ഞാൽ, അതും ഇക്വിറ്റി മേടിക്കുമ്പോൾ, അവിടേക്ക് കമ്പനിയാണ് തീരുമാനിക്കുക പ്രോഫിറ്റ് ഉണ്ടായാലും ഡിവിഡൻഡ് തരണോ വേണ്ടതെന്ന്. ഈ 10,000 കൊടുത്തു കഴിഞ്ഞാൽ രാമു ബോർഡ് ഓഫ് ഡയറക്ടർ കൂടി തീരുമാനിക്കും ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ട. അതിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ലാഭം ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടും, ലാഭമില്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടില്ല. ഇനി ഷെയർ പ്രൈസ് കൂടും എന്ന് ഉറപ്പ് രാമുവിന് പറയാൻ പറ്റും. രാമു പറയും ഞങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കമ്പനിയെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഇത്ര എക്സ്പാൻഡ് ആവും, അപ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടും, അപ്പോൾ ഷെയർ പ്രൈസ് ഇത്ര കൂടുമൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ബാങ്കിൽ ഇടുന്ന അത്ര ഒരു റിലയബിലിറ്റി അസ്ലമിന് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല. ചിലപ്പോൾ റിട്ടേൺ കൂടും, ചിലപ്പോൾ റിട്ടേൺ കുറയും. അപ്പൊ അവിടെ ഒരു റിസ്ക് ഉണ്ട്, ഒരു ഡീവിയേഷൻ ഉണ്ട്. അപ്പൊ ആ റിസ്കിനെ കവർ ചെയ്യുന്ന ഒരു റിട്ടേണും കൂടിയും അസ്ലം ആഗ്രഹിക്കില്ലേ ഈ 10,000 രൂപക്ക്? അപ്പൊ അസ്ലം ചോദിക്കും, അടാ ബാങ്കിൽ ഇട്ടതിനൊക്കെ എന്തായാലും 8% കിട്ടുന്ന ഉറപ്പാണ്. അപ്പോ നിന്റെ കമ്പനിയിൽ ഇടുമ്പോൾ, അതും എനിക്ക് റിസ്ക് ഉള്ള സ്ഥലത്ത് ഇടുമ്പോൾ, ആ റിസ്കിനെ കവർ ചെയ്യുന്ന ഒരു അഡീഷണൽ റിട്ടേൺ ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റിയില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോ രാമു ഒബ്വിയസ്ലി ശരിയാണ്, അസ്ലം പറഞ്ഞു ശരിയാണെന്ന്. ശരി, നിനക്ക് എത്രയാണ് അഡീഷണൽ റിട്ടേൺ വേണ്ടത്? നീ ബാങ്കിൽ ഇടുന്നതിന് പുറമെ അഡീഷണൽ റിട്ടേൺ എത്രയാണ് വേണ്ടത് ചോദിക്കും. അപ്പൊ അസ്ലമിന് ഡൗട്ടായി, ഇതെങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കുക? അവിടെയാണ് CAPMന്റെ റെലവൻസ് വരുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഇതിപ്പോ രാമു ആൻഡ് കമ്പനി, രാമു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേര് വിചാരിക്കും. അപ്പൊ രാമു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ബീറ്റ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 1.2 ആന്ന് വിചാരിക്കും. ഇതൊക്കെ നമുക്ക് ഓരോ ഏജൻസികളുണ്ട് ഈ ബീറ്റ് ഒക്കെ ഓരോ ഷെയറിന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സൈറ്റ് ടൂൾ മണി, ടിക് മണി, അങ്ങനെ ഇഷ്ടമാതിരി സൈറ്റുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ബീറ്റുകളൊക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതിന് അപ്പൊ ഈ രാമു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നോക്കിയപ്പോൾ 1.2 ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ
1.2 ആണ് കാണുന്നത്. അതിനർത്ഥം എന്താ? ബീറ്റയുടെ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടുണ്ട്. 1.2 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എത്രയാണോ മൂവ് ചെയ്യുന്നത് ആ മൂവ്മെന്റിന്റെ 20% അധികം മൂവ് ചെയ്യും, അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ടാ പോകണം 20% താഴോട്ടും പോകും. അതാണ് ഈ ബീറ്റ 1.2 അല്ലെങ്കിൽ 1+20% ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കണ്ടവർക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ബീറ്റയ്ക്ക് വേണ്ടി സ്പെസിഫിക്കലി ഒരു 5 to 6 മിനിറ്റ്സിന്റെ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടോക്കി നോക്ക്. ഓക്കെ, അപ്പോൾ ബീറ്റ 1.2 ആന്ന് അസ്ലമിന് മനസ്സിലായി, ഈ കമ്പനിയുടെ ഷെയറിന്റെ ബീറ്റ. ഇനി RM ലൈക്ക് റിട്ടേൺ ഓൺ മാർക്കറ്റ്, അതെന്താന്ന് ലൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. റിട്ടേൺ ഓൺ മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് റിട്ടേൺ ഓൺ മാർക്കറ്റ് ഇൻഡെക്സ്, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കാണ്. RM ഫോർ എക്സാമ്പിൾ 15% വിചാരിക്കുക, 15% വിചാരിക്കുക. അപ്പോൾ ലൈക്ക് മാർക്കറ്റ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 15% കിട്ടും. ആർക്ക്? അസ്ലമിന്. മാർക്കറ്റ് ഇൻഡെക്സ് എന്താണെന്ന് മുന്നത്തെ ബീറ്റയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുന്ന കണ്ടോക്കി നോക്കിട്ടാ. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ഈ 15% കിട്ടുന്ന റിട്ടേണിനെ RF ലൈക്ക് ഈ FD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ ആണ്. ഈ FDയുടെ മേലെ 8% പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കിട്ടും. ലൈക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ, FDയുടെ മേലെ നമുക്ക് ഇനി ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിലും അവസാനം ചെന്ന് ബാങ്കിൽ ഇടാം. ഇപ്പൊ ഷെയറിൽ ഇടണ്ടെന്നുണ്ടെങ്കിലും ബാങ്കിൽ ചെന്ന് ഇടാം, 8% എന്തായാലും കിട്ടും. അപ്പൊ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. 8% ലൈക്ക് റിസ്ക് ഫ്രീ ആയിട്ട്, ബാക്കി എത്ര ഉള്ളത്? 7% ആണുള്ളത്. 15 - 8 അല്ലേ? അപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് മേടിക്കുകയാണെങ്കിൽ എനിക്ക് 7% ആണ് എന്ത് റിട്ടേൺ അഡീഷണലി കിട്ടുന്നത്. റിസ്ക് ഫ്രീ ഓൾറെഡി എനിക്ക് എവിടെ ഇട്ടാലും കിട്ടും. അപ്പോൾ അത് ഈ 15% മാർക്കറ്റിന്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടണമെങ്കിൽ പോലും അതിൽ 8% എവിടെ കിട്ടും. അപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അഡീഷണലി കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 7% ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 7% കിട്ടുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനേക്കാളും 20% റിസ്കിയർ ആയ രാമുവിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 20% ഓഫ് മാർക്കറ്റ് പ്രീമിയം ഞാൻ ആഗ്രഹിക്കില്ലേ? ഈ ലൈക്ക് ഈ RM - RF ആണ് നത്തിങ് ബട്ട് ഈ RM - RF ആണ് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ അഡീഷണലി എടുക്കുന്ന റിസ്ക് രാമുവിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിനേക്കാളും 20% റിസ്കിയർ ആയിട്ടുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലി മാർക്കറ്റിൽ ഉണ്ടാവുന്ന അഡീഷണൽ റിട്ടേൺ എത്ര? അതിന്റെ 20% അധികം വേണം ഞാൻ ആഗ്രഹിക്കില്ല. അപ്പൊ 7 + 20% എത്ര? ഒന്ന് കാൽക്കുലേറ്റ് നോക്കി നോക്ക്. 7 + 8.4 ആണ്. അപ്പൊ ഞാൻ 8.4% അധികം ആഗ്രഹിക്കും, അഡീഷണലി ആഗ്രഹിക്കും. എന്തിനു പുറമെ? RFന് പുറമെ. RF എനിക്ക് എവിടെ ഇട്ടാലും കിട്ടും. ലൈക്ക് ഈ 8% എനിക്ക് SBIയിൽ ഇട്ടാലും കിട്ടും. ഞാനിവിടെ എന്താ പറയുന്നത്? നേരത്തെ രാമു ചോദിച്ചു അഡീഷണലി ഈ കമ്പനിയിൽ ഇടുമ്പോൾ ഉള്ള അഡീഷണൽ റിസ്കിനെ കവർ ചെയ്യാൻ എത്ര റിട്ടേൺ വേണമെന്നാണ് ചോദിച്ചത് രാമു അസ്ലമിനോട്. അപ്പൊ അസ്ലം അഡീഷണലി വേണ്ട റിട്ടേൺ പറയുന്നത് 8.4 ആണ്. അപ്പൊ മൊത്തത്തിൽ എത്രയാണ് വേണ്ടത്? RF എത്രയാണ്? 8 + 8.4 16.4% ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആരുടെ? അസ്ലമിന്റെ. ഇനി ഇതിപ്പോ ഞാൻ ലോജിക്കലി ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് എക്സാമിന് ഇങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈ ആൻസറിനായിരിക്കും കിട്ടണ്ടാവുക. ദൈവമേ, കിട്ടിയാൽ മതിയായിരുന്നു. RF എത്ര? 8%. റിസ്ക് ഫ്രീ. റിസ്ക് ഇല്ലല്ലോ FDയിൽ ഒരിക്കലും. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഇല്ലല്ലോ, അതാണ് റിസ്ക് ഫ്രീ. പ്ലസ് ബീറ്റ 1.2 ഇൻറ്റു RM എത്ര? ഇവിടെ 15% മാർക്കറ്റ് ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 15 - 8 ഇൻറ്റു 7 ഇൻറ്റു 1.2 + 8 കണ്ട 16.4. സെയിം അല്ലേ? ലോജിക്കലി നോക്കിയാലും ഇക്വേഷൻ നോക്കിയാലും സെയിം അല്ലേ? ഇത്ര ഉള്ളോ CAPMന്റെ ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.